ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ഓയിൽ വീഡിയോ ആയിട്ടാണ്. മുടി പെട്ടെന്ന് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി കറുപ്പാവാനും സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണിത്. എണ്ണ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് വെളിച്ചെണ്ണയും 1/2 കപ്പ് ആവണക്കെണ്ണയും ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നെക്സ്റ്റ് ഒരു ചെറിയ മിക്സി ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 1 സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് 2 ഇൻഗ്രീഡിയൻസും പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിലെ ചീനച്ചട്ടിയിലേക്ക് എണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ എണ്ണ തയ്യാറാക്കേണ്ടതുണ്ട്. അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തയ്യാറാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ എണ്ണ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ തിളപ്പിച്ചെടുക്കണം. ഒരു 6 തൊട്ട് 7 മിനിറ്റ് വരെ നമ്മൾ ഇത് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എണ്ണ നല്ലതുപോലെ തന്നെ ചൂട് മാറാനായിട്ട് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കുക. ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം മാത്രമേ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഇത് ഫിൽട്ടർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എണ്ണ ചൂട് മാറിയിട്ട് ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ 2 തൊട്ട് 3 മാസം വരെ ഈ എണ്ണ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുത്ത എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇപ്പോൾ പറയാം. ഈ എണ്ണ നമ്മൾ തല കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തലയോട്ടിയിലും തലമുടിയിലും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പറ്റുവാണെങ്കിൽ ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ മസാജ് ചെയ്താലും നല്ലതാണ് തലയോട്ടിയിൽ. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ ഏതെങ്കിലും ആയുർവേദിക് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക, തല കഴുകി കളയുക. ഇതുപോലെ ആഴ്ചയിൽ 3 തവണ ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഇത് നല്ലതാണ്. ഒപ്പം തന്നെ നമ്മൾ കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് കൊണ്ട് മുടി വെളുക്കാതിരിക്കും, നല്ല കറുപ്പായിരിക്കാൻ സഹായിക്കും. എന്നാ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത പോലെ തന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.